Okay, so listen. സ്ക്രീന് കാണുന്നില്ലേ? From the question, locate all relative extrema and saddle point of f of xy equal to 3x square minus 2xy plus y square minus 8y. അല്ലേ? അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. We have to find the relative extrema, അതായത് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് സാഡിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് ദി ഫംഗ്ഷൻ, റൈറ്റ് ദി ഗിവൺ ഫംഗ്ഷൻ. അത് നമ്മൾ എഴുതി. തന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x² മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഇസ് ഗിവൺ ഫംഗ്ഷൻ. അതാണ് നമ്മളെ സ്റ്റെപ്പ് 1, അത് എഴുതുക എന്നുള്ളത്. ആൻഡ് സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് എന്ന് പറയുന്നത് ഇതാണ് 3x² മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y. അപ്പം ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 3x². ഈ ഡെറിവേറ്റീവ് എന്താ വരുക? 3 ഇൻറ്റു 2x വരും, ദാറ്റ് ഈസ് 6x മൈനസ് 2xy. ദ ഡെറിവേറ്റീവ് ഓഫ് 2xy. ഇവിടെ ആരതും അൺമ്യൂട്ട് ആയിട്ടുണ്ടല്ലോ, മ്യൂട്ട് ചെയ്താ? ഓക്കെ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 3x², ദി ഡെറിവേറ്റീവ് ഈസ് 6x മൈനസ് 2xy. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. സോ ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1 ആൻഡ് 2y അല്ലേ വരിക. പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? വൈ സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഒന്നുമില്ല, സോ ദി ഡെറിവേറ്റീവ് 0 മൈനസ് 8y. ഇവിടെയും എക്സ് ഇല്ല, സോ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് പി പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്യൂ കിട്ടി. ആൻഡ് ആറ് കിട്ടുന്നത് കണ്ടുപിടിച്ചോ നിങ്ങൾ? ഞാൻ ഇനി പിന്നെ അത് ചെയ്ത് സമയം കളയുന്നില്ല. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണാൻ അറിയാം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പഠിച്ചിട്ടുണ്ട്. സോ ഈ എഫിന്, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡോ എഫ് ബൈ ഡോ എക്സിന് ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യും. അതായത് 6x മൈനസ് 2yന് ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ഓക്കെ. അതേപോലെ ടി എന്താന്ന്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈനെ ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ 2 എന്നാണ് കിട്ടുക. ഓക്കെ. ദെൻ ഇതെന്ത് വരും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് വൈ, അതായത് ഡോ എഫ് ബൈ ഡോ വൈന് എക്സ് വെച്ചിട്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. സോ ദി ആൻസർ ഇസ് എന്താ കിട്ടിയേ? ഡോ എഫ് ബൈ മൈനസ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ -2. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഈ പി ക്യു ആർ എസ് ടി കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? P is 6x minus 2y, Q is minus 2x plus 2y minus 8, R is 6 and S is minus 2, T is 2. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ട് എല്ലാവർക്കും കിട്ടിയോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി ഏതാ നമ്മൾ അടുത്ത സ്റ്റെപ്പ്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? P equal to 0. Put P is equal to 0 and Q is equal to 0. അപ്പൊ നിങ്ങൾ നോക്ക്, P എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? P എന്താ കിട്ടിയിട്ടുള്ളത്?
It is 6x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6x minus 2y equal to 0 എന്ന് എടുക്കുക. P equal to 0 implies 6x minus 2y equal to 0. ആൻഡ് സെക്കൻഡ് എന്താ? Q equal to 0 കൊടുക്കുമ്പോൾ, P equal to 0 കൊടുക്കുമ്പോൾ ഇത് വരും. ആൻഡ് Q equal to 0 കൊടുക്കുമ്പോൾ Q എന്തായിരുന്നു കിട്ടിയേ? മൈനസ്, നിങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര നോക്കണോ? നിങ്ങൾക്ക് പറഞ്ഞൂടെ? Q is equal to കേൾക്കുന്നില്ല. എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ എലിമിനേഷൻ മെത്തേഡ്, അതായത് ഒന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷന്, ഫസ്റ്റ് ഇക്വേഷൻ ഇസ് 6x മൈനസ് 2y ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ എന്താ? നമ്മൾ രണ്ട് എക്സും വൈയും വരുന്ന രണ്ട് വേരിയബിൾ വരുന്ന രണ്ട് ഇക്വേഷൻ. കട്ടാവുന്നുണ്ടോ? ചെറുങ്ങനെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ അവിടെ? ഇപ്പൊ ഓക്കെ, പ്രശ്നമില്ല. അപ്പം 6x മൈനസ് 2y എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6x മൈനസ് 2y ഈക്വൽ ടു 0. ആൻഡ് മറ്റേ ഇക്വേഷൻ എന്താ? മൈനസ് 2x പ്ലസ് 2y ആണ് അല്ലേ? നമ്പറിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പം എന്താവും? 8 മൈനസ് 8 ആണ്. അത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പം പ്ലസ് 8 ആയിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക? എങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മളിത് ചെയ്യുക? നിങ്ങൾ കുറേ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നിക്കൽ ഈ ഇക്വേഷൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മൈനസ് ചെയ്യണം. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആയി പോകണം. അതായത് പ്ലസ് ചെയ്യുമ്പോൾ ഒന്നിക്കൽ വൈ ഇല്ലാണ്ടായി പോകണം, അല്ലെങ്കിൽ എക്സ് ഇല്ലാണ്ടായി പോകണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു രണ്ട് ആൾക്കാര്, അതായത് സബ്ട്രാക്ട് ചെയ്താൽ 0 ആവണമെങ്കിൽ എന്തായിരിക്കണം? രണ്ടും സെയിം ആയിരിക്കണ്ടേ? സെയിം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി പോവോ നോക്കൂ ആരെങ്കിലും. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -2 ആണ്. രണ്ടും രണ്ടാൾക്കാരാണ്. അപ്പൊ ഇതിനെ മൈനസ് ചെയ്തതിനെ കൊണ്ട് ഇവര് 0 ആയി പോവോ? അത് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സും വൈയും വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ അതിൽ ഒന്നിക്കൽ എക്സിനെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയണം, അല്ലെങ്കിൽ വൈനെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയണം. ഇല്ലാണ്ടാക്കി കളയാം മീൻസ് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? ഒന്നിക്കൽ പ്ലസ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ട് വേണം ഇതിനെ ഏതിനെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, ഇവിടെ വൈൻ്റെ കോഎഫിഷ്യന്റ് -2 ആണ്, ഇവിടെ വൈൻ്റെ കോഎഫിഷ്യന്റ് +2 ആണ്. അപ്പൊ രണ്ടും സെയിം നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് സൈൻ ആണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ പോരെ? ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 0 + 8 8 എന്ന് വരും, ഈക്വൽ ടു -2y + 2y. 0 ആയി പോകൂലേ? -2 + 2 ഈക്വൽ ടു എന്താ? 0. രണ്ട് ഡിഫറെന്റ് സൈന് ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആയി പോകും. അപ്പൊ വൈയുടെ ടേം ഇല്ലാണ്ടായി. ആൻഡ് ഇവിടെ എന്ത് വരും? 6x + -2x, അതായത് 6x - 2x ഈക്വൽ ടു എന്ത് വരും? 4x. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? 4x ഈക്വൽ ടു 8, ദാറ്റ് ഈസ് x ഈക്വൽ ടു 8/4, ദാറ്റ് ഈസ് 2. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. P is equal to 0യും Q is equal to 0യും നമ്മൾ സോൾവ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് 2. അപ്പൊ നമ്മൾ എന്തിനാ ഇത് സോൾവ് ചെയ്യുന്നത്? P equal to 0യും Q is equal to 0യും കൊടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ എന്തിനാ സോൾവ് ചെയ്യുന്നത്? നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ വൈ കണ്ടുപിടിക്കുക?
ഈ തന്നിരിക്കുന്ന അതായത് നമ്മൾ കണ്ടുപിടിച്ച ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ എക്സിന് പകരം കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്താ? 6x മൈനസ് 2y ഈക്വൽ ടു 0. ഓക്കെ, then 6 into 2 എന്ന് x എന്താ 2 ആണ്, മൈനസ് 2y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 12 മൈനസ് 2y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മൈനസ് 2y ഈക്വൽ ടു, ഈ മൈനസ് 2y ഇവിടെ വെച്ചു, 12ന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് 12. Therefore y is equal to minus 12 divided by minus 2, that is equal to 6. Okay, so y is equal to 6 ആണ് കിട്ടി. Therefore x-ന്റെ വാല്യൂ 2 കിട്ടിയിട്ടുണ്ട്, നമുക്ക് y-ന്റെ വാല്യൂ 6 കിട്ടിയിട്ടുണ്ട്. Therefore ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ നമ്മൾ ഇതേപോലെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ഇത് മനസ്സിലായോ? ഓക്കെ ആണോ? നിങ്ങൾ കണ്ടുപിടിച്ചോ? അത് 2ഉം 6ഉം ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാ? നമ്മളെ സ്റ്റെപ്പ് 4 എന്താ? സ്റ്റെപ്പ് 4ൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? പറ. സ്റ്റെപ്പ് 4ൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് RT മൈനസ് എസ് സ്ക്വയർ ആണ്. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ R ഈക്വൽ ടു എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? പറ. 6 and T is equal to T 2 and S equal to -2. ഇപ്പം ഒരു കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ. ഇപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നമ്പേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? 6ഉം 2ഉം -2ഉം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ RT മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് അറ്റ് ദി ക്രിട്ടിക്കൽ പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ 6 ചിലപ്പോൾ ഇങ്ങനെ നമ്പർ മാത്രമായിട്ട് കിട്ടണമെന്ന് ഉണ്ടാവണമെന്നില്ല. എനിക്ക് എക്സും വൈയും ഒക്കെ അതിൽ വരാം. അപ്പൊ ഇൻ കേസ് അവിടെ എക്സോ വൈയോ ഒക്കെ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ എക്സിനും വൈക്കും നിങ്ങൾ ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ക്രിട്ടിക്കൽ, നമുക്കിപ്പോൾ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏതാ ക്രിട്ടിക്കൽ പോയിന്റ്? ക്രിട്ടിക്കൽ പോയിന്റ് ഈക്വൽ ടു 2, 6. അപ്പൊ നമ്മൾ RT മൈനസ് എസ് സ്ക്വയർ അറ്റ് ദി ക്രിട്ടിക്കൽ പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എല്ലാം നമുക്ക് കോൺസ്റ്റൻസാ കിട്ടി. ഇവിടെ എക്സും വൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. എവിടെയും നമുക്ക് ഇവിടെ 2ഉം 6ഉം കൊടുക്കേണ്ട കാര്യം വന്നിട്ടില്ല, കാരണം എവിടെയും നമുക്ക് എക്സും വൈ ഒന്നും കിട്ടിയിട്ടില്ല. ആറിലോ ടിയിലോ എസിലോ ഒന്നും എക്സും വൈയും ഇല്ല. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് 2, 6, അതായത് RT മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 6 into 2 മൈനസ് എസ് സ്ക്വയർ എന്താ? സോ RT മൈനസ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടി? 8 ആണ് കിട്ടി. അത് കിട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണോ എന്ന് എഴുതുക. സോ RT മൈനസ് എസ് സ്ക്വയർ ഈസ് 8 ആൻഡ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പം RT മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയാൽ നമുക്ക് എന്താണ് കിട്ടുവാന്ന് പറഞ്ഞിട്ടുള്ളത്? RT മൈനസ് എസ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്തായാലും ഇതിന് എന്തുണ്ട്? എക്സ്ട്രീം വാല്യൂ, അതായത് മാക്സിമം ഉണ്ട് അല്ലെങ്കിൽ മിനിമം ഉണ്ട്. അത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, RT മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 കിട്ടിയാൽ ദെൻ എക്സ്ട്രീമ ഉണ്ട്, അതായത് മാക്സിമോ അല്ലെ മിനിമോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രം, അതായത് RT മൈനസ് എസ് സ്ക്വയർ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയിട്ട് ഇപ്പൊ -2 കിട്ടിയെന്ന് വിചാരിച്ചോ, അതെന്താ? ലെസ് ദാൻ 0 അപ്പൊ അങ്ങനെ ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? സാഡിൽ പോയിന്റ് ഉണ്ടാവുള്ളൂ. സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇതെന്തേ ഉള്ളൂ? ഗ്രേറ്റർ ദാൻ 0 ഉള്ളൂ.
ഗ്രേറ്റർ ദാൻ 0 വന്നാൽ പിന്നെ നമ്മൾ സാഡിൽ പോയിന്റിനെ പറ്റി ചിന്തിക്കേണ്ട, സാഡിൽ പോയിന്റ് ഉണ്ടാകൂല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. അതായത് എക്സ്ട്രീമ ഉണ്ട്, മാക്സിമം വാല്യൂ ഉണ്ട്, മിനിമം വാല്യൂ ഉണ്ടാവും. മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്തെങ്കിലും ഉണ്ടാവും, എന്തായാലും എക്സ്ട്രീമ വാല്യൂസ് ഉണ്ടാവും. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കണം, മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. അതായത് ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒന്നിക്കൽ മാക്സിമം വാല്യൂ ഉണ്ടാവും, നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? എക്സ്ട്രീമം വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കിയാൽ മതി. മാക്സിമം ആണോ അത് മിനിമം ആണോ നോക്കണമെങ്കിൽ ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? ഈ ആറിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് ദിസ് ആർ ഇസ് ഈക്വൽ ടു എന്താ ഇവിടെ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. So if this r is greater than 0, then you have minimum value. Okay, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റിൽ എന്താ ഉള്ളത്? മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇഫ് ദി ആർ ഇസ് ലെസ് ദാൻ 0, ആർ ലെസ് ദാൻ 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് ആൻസർ. ഓക്കെ, സോ you have minimum value at the point 2, 6. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ? മാക്സിമം മിനിമം എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായോ? ആദ്യം തന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതുക. രണ്ടാമത് നമ്മൾ പി ക്യു ആർ എസ് ടി കണ്ടുപിടിക്കുക. മൂന്നാമത് പി ഈക്വൽ ടു 0യും ക്യു ഈക്വൽ ടു 0യും കൊടുത്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ആർ ടി മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കുക. ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവുക? മാക്സിമം മിനിമം ഉണ്ടോ അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണോ എന്ന് മനസ്സിലാവുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടാവും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക. അത് ആറ് നോക്കുക. ആർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം, ആർ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പ്രോബ്ലം എഴുതിയോ? RT minus S square is greater than 0 and R is greater than 0. Therefore, the function has minimum value at 2, 6. ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ചില കേസിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ല, ഒന്നിൽ കൂടുതൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ കുറച്ചധികം ആർ ടി മൈനസ് എസ് സ്ക്വയർ കാണേണ്ടി വരും. ഓരോ ക്രിട്ടിക്കൽ പോയിന്റിന്റെയും ആർ ടി മൈനസ് എസ് സ്ക്വയർ കാണേണ്ടി വരും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാം, അപ്പൊ മനസ്സിലാവും. കംപ്ലീറ്റ് ചെയ്തോ? എഴുതിയില്ല? അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. നിങ്ങൾ ട്രൈ ചെയ്യുക, എത്ര സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് നോക്കുക. ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഇത്തിരി ഡൗട്ട് വരും, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ അത് ഓക്കെയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the maximum and minimum values of f of xy equal to x cube plus 3xy square minus 15x square minus 15y square plus 72x. എഴുതിക്കോ. Find the maximum and minimum values of f of xy equal to x cube plus 3xy square minus 15x square minus 15y square plus 72x. സോ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1 നിങ്ങൾ എഴുതുക, സ്റ്റെപ്പ് 2 നിങ്ങൾ എഴുതുക, സ്റ്റെപ്പ് 3യിലെ 2 ഇക്വേഷൻസും കൂടെ നിങ്ങൾ എഴുതും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ചെയ്യുന്നില്ലേ? ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾ ചെയ്യുമ്പം ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക.
ടീച്ചറെ അന്നേരം -15y² ക്യാൻസൽ ആയി പോവാ. ഏതാ? ഇത് ഇതില്ലേ 3x x³ പ്ലസ് ഇത് ഇക്വേഷൻ ഇല്ലേ, ആ അതിൻ്റെ അകത്തുള്ള -15y² ക്യാൻസൽ ആയി പോകും. അതെങ്ങനെയാ? അല്ല ടീച്ചറെ എഴുതിയാല് നോക്കുമ്പോ നീ ഏതാ പറയുന്ന? ഈ ഫംഗ്ഷനിൽ തന്നെ ക്യാൻസൽ ആയി പോവുന്ന ഫംഗ്ഷൻ അതല്ല, പി പി എഴുതിയില്ലേ ടീച്ചർ? പി എഴുതി ആ എക്സിന്റെ അല്ല 3x² അതിലേക്ക് + എക്സ് മാത്രല്ലേ വേണ്ടു. ഏതാ? അല്ല അത് ഡോ എക്സ് മാത്രല്ലേ കാണാൻ പറയാനുള്ളൂ. ആ ഡോ എക്സ് മാത്രമേ കാണുന്നുള്ളൂ. പി ഡോ/ഡോ എക്സ് ഓഫ് എഫ് കണ്ടുപിടിക്കുന്നത്. ആ അപ്പോ അല്ല അതെങ്ങനെ അന്നേരം -y വേണ്ടി വരൂലോ, അത് അന്നേരം ക്യാൻസൽ ആയി പോവുക. -y എവിടെയാ ഞാൻ എഴുതിയിട്ടുള്ളത്? -15y² ഇല്ലേ, അതെ അത് ക്യാൻസൽ ആയി പോവുക ചെറിയ സൊല്യൂഷൻ. ഞാനിപ്പോ എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല അത് ചോദിച്ചതാ ഞാൻ. എടാ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, എന്താ നീ പറഞ്ഞേ? ടീച്ചർ അത് ക്യാൻസൽ ആയി പോവെന്ന് ചോദിച്ചതാ. അത് ക്യാൻസൽ ആയി പോകുമെന്ന് പറഞ്ഞില്ലേ, ശിവന്ത് പറഞ്ഞു. എനിക്ക് സംഭവം മനസ്സിലായോ? ആ തിരിഞ്ഞു. ആ എസ് എന്താ? ഡോ²f/ഡോ എക്സ് ഡോ വൈ 6y. ഇതാണ് കിട്ടിയത് PQRST. P is equal to 3x² plus 3y² minus 30x plus 72. Q equal to 6xy minus 30y. R equal to 6x minus 30. S is equal to 6y. T equal to 6x minus 30. അപ്പോൾ നമുക്ക് PQRST ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അടുത്ത എന്താ? നമ്മുടെ സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ put P equal to 0 and Q equal to 0. സോ P എന്താ ഇവിടെ? 3x² plus 3y² minus 30x plus 72. Okay, equal to 0. Then Q is equal to 0 means 6xy minus 30y equal to 0. ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? നേരത്തെ ഇക്വേഷൻ സാധാരണ ഒരു എക്സും വൈയും വെച്ചിട്ടുള്ള സിമ്പിൾ ഇക്വേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ 1 സ്ക്വയർ ഒക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയത്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? അപ്പോൾ ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ എടുക്കുക. അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലാണ്ട് ഈ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് എക്സിന് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നുകിൽ എക്സ് മാത്രമായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സിന് വൈക്ക് നിങ്ങൾക്ക് ഓരോ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എക്സിന് ഒരു വാല്യൂ കിട്ടിയെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല ഇവിടുന്ന് നിങ്ങൾക്ക് വൈൻ്റെ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ വൈൻ്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. എക്സും വൈയും കിട്ടിയാൽ ഇപ്പോൾ ഇവിടെ എക്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൈ വാല്യൂ ഏത് വെച്ചിട്ട് കണ്ടുപിടിക്കണം? ഈ എക്സ് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ വൈ കണ്ടുപിടിക്കാൻ. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷൻ ഇപ്പം നിങ്ങൾക്ക് വൈ കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അതായത് ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾ എക്സും വൈയും എഴുതാൻ പാടില്ല. എക്സ് ഇവിടുന്ന് കിട്ടിയാൽ ആ എക്സ് വെച്ചിട്ട് വൈ
ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടായിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് y ഇവിടെ കിട്ടിയാൽ അടുത്ത അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ പറഞ്ഞേ? കാരണം ഈ രണ്ട് ഇക്വേഷൻ്റെയും കൂടെയുള്ള സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ ആരും നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ രണ്ട് ഇക്വേഷനും നമുക്ക് ഒരുമിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിൽ ഒരു ഇക്വേഷൻ മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഏതിൻ്റെങ്കിലും വാല്യൂ കിട്ടുമോ എന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂയും കിട്ടും, എക്സും കിട്ടും വൈയും കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം എക്സ് വാല്യൂ ഒരു ഇക്വേഷനിൽ കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചില കേസസിൽ നിങ്ങൾക്ക് കുറേ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും. അങ്ങനെ ഒരു കേസ് ആണിത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഡൗട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ പറയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് ഒരുമിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തെടുക്കുകയാണ്? ഇതിലെ ഒരു ഇക്വേഷൻ മാത്രം ചൂസ് ചെയ്യണേ. അതായത് ഈ ഇക്വേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാ 6xy മൈനസ് 30y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ മാത്രം നമുക്കൊന്ന് ചൂസ് ചെയ്യാം. സിക്സ് എക്സ് വൈ മൈനസ് എന്തായിരുന്നു അതെന്താണോ ഇത് കിട്ടിയേ? 30y equal to 0. 6xy മൈനസ് 30y ഈക്വൽ ടു 0 അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കും, നമുക്ക് ഇവിടെ ആരെങ്കിലും ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുമോ? 6y നമുക്ക് ഔട്ട് സൈഡ് എടുത്തൂടെ? 6y ഇവിടെയും 6y ഉണ്ട്. 30 എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 6 into 5. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നും 6നെയും പുറത്തെടുക്കാം, വൈനെയും പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ എന്താ ബാലൻസ് വരുക? എക്സ് മൈനസ് 30 6 എടുത്താൽ 5 വരും. 5y സോറി 5y നമ്മൾ എടുത്തല്ലോ ഈക്വൽ ടു 0. ആയിരിക്കണം 0 ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് ഒന്നിക്കൽ 6y ഈക്വൽ ടു 0 ആയി or x minus 5 equal to 0. ഇത് മനസ്സിലായോ? എഴുതിയേ? പുറത്തെടുക്കുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത 0 ആണ് കിട്ടുന്നത്. 0 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആയേ പറ്റും. അത് 6y ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ആവാം, ഏതായാലും ആവാം. അപ്പം 6y ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ y ഈക്വൽ ടു എന്തായിരിക്കും? 0/6 ദാറ്റ് ഈസ് 0. ഓർ ഇനി എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് 5. അപ്പൊ നിങ്ങൾ കണ്ടോ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വൈക്ക് നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, എക്സിന് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഓർഡേർഡ് പെയർ ആക്കിയിട്ട് 5 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇക്വേഷനിൽ മാത്രം നിങ്ങൾക്ക് എക്സും വൈനെ ഒരുമിച്ചിട്ട് എഴുതാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം y ഈക്വൽ ടു 0 എടുക്കുക. എന്നിട്ട് ഈ y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് മറ്റേ ഇക്വേഷനിൽ കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഉള്ളവർ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കണേ ഡൗട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കാൻ പോവാ? y ഈക്വൽ ടു 0 അതെടുക്കാൻ പോവാണേ. y ഈക്വൽ ടു 0 ഇത് ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1 എന്താ? ഒന്ന് വായിച്ചെന്നേ. ഇക്വേഷൻ 1 എന്താ? വായിച്ചെന്നേ, പറ. നിങ്ങൾ വായിച്ചെഴുതുന്നതിനേക്കാളും ഞാൻ നോക്കി എഴുതുന്നത്. 3x സ്ക്വയർ plus 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ 3y minus 13x plus 72 is equal to 0. 30 x
എക്സാ പ്ലസ് 72 അല്ലേ ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, y ഈക്വൽ ടു 0 കൊടുക്കുക. y ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ കിട്ടുക നമുക്ക്? 3x² മൈനസ് 30x പ്ലസ് 72 ഈക്വൽ ടു 0 എന്ന് കിട്ടും. y ഈക്വൽ ടു 0 കൊടുത്താൽ. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ ഒരുപാട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആ സാധനം മാറ്റുക. ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള കാൽക്കുലേറ്റർ തന്നെ വാങ്ങിക്കുക. കാരണം നിങ്ങൾക്ക് ഇനി അത് ഫ്യൂച്ചറിൽ അത്രയും ആവശ്യമുള്ള ഒരു സാധനം. കുറേ പേര് കാൽക്കുലേറ്റർ മാത്രം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് മാർക്ക് കളഞ്ഞിട്ടുണ്ട്. ആ അതാരാ? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അല്ലേ? ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ 3x² മൈനസ് 30x പ്ലസ് 72 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എക്സിന് റൂട്ട് കിട്ടും. ആൻഡ് ദി റൂട്ട്സ് ആർ 6 and 4. 6ഉം 4ഉം ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, എക്സ് ഈക്വൽ ടു 6ഉം 4ഉം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? വൈക്ക് 0 കൊടുത്തപ്പം എക്സിന് 2 വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെ എഴുതുവാന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വൈയും കിട്ടി എക്സും കിട്ടി. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എഴുതാം. ദി ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഓർഡേർഡ് പെയർ ആക്കുക. അതായത് എക്സ് 6 ആണ്, വൈ എത്രയാണ്? 0. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയി. ഇനി അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? എക്സ് 4, വൈ 0. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ഓക്കെ, 60 ആൻഡ് 40. അപ്പൊ ഇത് y ഈക്വൽ ടു 0 എന്നുള്ള ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. y ഈക്വൽ ടു 0 കൊടുത്തപ്പം നമുക്ക് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ഇനി അതേപോലെ നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? x ഈക്വൽ ടു 5 കൊടുത്തിട്ട് സെയിം ഇതേപോലെ ഈ ഇക്വേഷനിൽ എക്സിന് 5 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വൈക്ക് ഇതേപോലെ വാല്യൂസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ പുട്ട് x ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1ലോട്ട് x ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 ഇൻറ്റു 5² മൈനസ് 3y² മൈനസ് 30 ഇൻറ്റു 5 ദാറ്റ് ഈസ് 150 പ്ലസ് 72 ഇങ്ങനെ കിട്ടും ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3y² എത്ര വരുക? 3 ഇൻറ്റു 25 75 വരും. 75 മൈനസ് 150 മൈനസ് 75 മൈനസ് 75 പ്ലസ് 72 മൈനസ് 3 എന്ന് വരും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇസ് minus 3y² minus 3 അല്ലേ? ഓക്കെ, അപ്പം 3y² മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് 3y² ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y² ഈക്വൽ ടു 3/3 ഈക്വൽ ടു 1 ആൻഡ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √1. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. x ഈക്വൽ ടു 5 -1. അപ്പൊ എക്സിനും വൈക്കും അഗെയിൻ നമുക്ക് വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് പിന്നെയും ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, അപ്പം ഇവിടെ എത്ര ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 60, 40, 51, 5 -1. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പറഞ്ഞെന്തെങ്കിലും മനസ്സിലായോ? ലാസ്റ്റ് മാം ഒരു ഡൗട്ട് ഉണ്ട്. പറ, ചോദിക്കും. 6xy മൈനസ് 30y ഈക്വൽ ടു 0 ഇക്വേഷനിൽ മൈനസ് 30y റൈറ്റ് സൈഡിൽ എടുത്താൽ y ക്യാൻസൽ ചെയ്തൂടെ?
അപ്പൊ എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ആ കിട്ടും, അങ്ങനെ ചെയ്യാം. എക്സ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഏത് ഇക്വേഷനില്? 3x² പ്ലസ് 3y² ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ നമ്മൾ കുറേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഫുൾ എക്സ് വരുന്നതോ അല്ലെങ്കിൽ ഏതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. മാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ചെയ്ത് നോക്കിയപ്പോ എക്സിന്റെ വാല്യൂ 5ഉം വൈന്റെ വാല്യൂ +or-1 കിട്ടിയത്. എക്സിന്റെ വാല്യൂ 5ഉം y +or-1. അതന്നെയല്ലേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ 5ഉം കിട്ടി, വൈന്റെ വാല്യൂ +or-1 കിട്ടിയിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അത് നമുക്ക് ഒരു സെറ്റ് അവിടെ കിട്ടുന്നുള്ളൂ. അതേപോലെ രണ്ടാമത്തെ ഒരു ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ എന്തും കൂടെ കൊടുക്കാം. 0 എന്ന് പറയുന്ന ഒരു ചാൻസും കൂടി ഇല്ലേ അവിടെ? രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഏതായിരുന്നു കൊടുത്ത? വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അല്ല, അത് ഞാൻ y ക്യാൻസൽ ചെയ്യുക ചെയ്തത്. 6xy - 30y എന്നുള്ളത് ആ ഇക്വേഷനിലെ. അപ്പൊ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഫുൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടൂല. അല്ലാതെ നമ്മൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ആലോചിച്ചാൽ മതി. നമുക്ക് അവിടെ 0 കൊടുക്കുക, 0 കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെ തന്നെ ചെയ്താൽ മതി. കറക്റ്റ് ആണ്. ഓക്കെ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. 1 2 എടോ നിങ്ങൾ പറ, 1 2 3 പറ. 2 3 ഇല്ലേ? 4 ആബ്സെന്റ്. 5 7 8 9 10 10 11 12 ഹലോ ടീച്ചർ. ഹലോ ടീച്ചർ പോയി? ഇല്ല, ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. നിങ്ങൾ പോവാണ്ടിരുന്നാൽ മതി, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളെ റോൾ നമ്പർ ഒന്ന് അതിൽ ഇട്ടേ, ചാറ്റ് ബോക്സിൽ ഉള്ളവരും. ആദ്യത്തെ ഇട്ടാള് പോട്ടെ. പോയിക്കോ. ഓക്കെ, ബൈ.